മർക്കസ് കവാടത്തിനു മുന്നിൽ MSF നടത്തുന്ന സമരത്തെക്കുറിച്ച് OM തരുണയുടെ ലേഖനം. മർക്കസിന്റെ പേരിൽ ആക്ഷേപമുന്നയിക്കുമ്പോൾ അത് ചില്ലറയാകാൻ പാടില്ലല്ലോ, കോടികൾ തന്നെയാകണം. കോടികളുടെ കഥ കേട്ട് വെറുതെ ഒന്ന് ചെന്നു നോക്കിയതാണ്. അപ്പോൾ കിട്ടിയ വിശേഷങ്ങൾ: അംഗീകാരമില്ലാത്ത വ്യാജ കോഴ്സുകൾ നടത്തിയ മർക്കസിന്റെ മുദ്ര പതിച്ച കടലാസിന്റെ വിലയില്ലാത്ത സർട്ടിഫിക്കറ്റ് നൽകി കബളിപ്പിച്ചത്രേ. ഈ വിലയില്ലാ കോഴ്സിന് വിദ്യാർത്ഥികളിൽ നിന്ന് 2 ലക്ഷം വരെ ഫീസ് വാങ്ങി കോടികൾ വെട്ടിച്ചത്രേ. ഇങ്ങനെ വഴിയാധാരമായ 420 വിദ്യാർത്ഥികൾക്ക് ആളൊന്നിന് 20 ലക്ഷം രൂപ നിരക്കിൽ നഷ്ടപരിഹാരം നൽകണമത്രേ. അതിനാണ് സ്ഥാപനത്തിനു മുമ്പിൽ ലീഗ് വിദ്യാർത്ഥികൾ ഉണ്ണാവൃത സമരം ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പറഞ്ഞതത്രയും അസംബന്ധം. വസ്തുതകൾ ഇതാണ്: ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സിവിൽ എഞ്ചിനീയേഴ്സ് ഇന്ത്യ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഓട്ടോമൊബൈൽ ഇന്ത്യ എന്നീ സ്ഥാപനങ്ങളുടെ കീഴിലാണ് മർക്കസ് IT ക്യാമ്പസിൽ ഈ കോഴ്സുകൾ ആരംഭിച്ചത്. മർക്കസ് ഈ കോഴ്സിന്റെ ഫ്രാഞ്ചൈസി മാത്രമാണ്. കോഴ്സ് നടത്തിയതും പരീക്ഷ നടത്തിയതും കോഴ്സ് സർട്ടിഫിക്കറ്റ് നൽകിയതും മേൽപ്പറഞ്ഞ ഏജൻസികളാണ്. ഡൽഹിയും പഞ്ചാബിലെ ലുധിയാനയും ആസ്ഥാനമായ ഈ ഏജൻസികൾ കേന്ദ്ര മാനവ വിഭവശേഷി വകുപ്പിന്റെ ഭാഗമായ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ AICTE സംരംഭവുമാണ്. എഞ്ചിനീയറിംഗ് കോളേജിലോ പോളിടെക്നിക്കുകളിലോ അംഗീകൃത ഡിഗ്രി, ഡിപ്ലോമ കോഴ്സുകളിൽ പ്രവേശനം നേടാൻ അർഹത നേടിയിട്ടില്ലാത്തവർക്ക് കേവലം തൊഴിൽ പരിശീലനം എന്ന നിലക്കാണ് ഈ സ്കീം അഥവാ AICTE ആവിഷ്കരിച്ചത്. മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം വിദ്യാർത്ഥികൾക്ക് അഡ്മിഷന് മുമ്പ് നൽകിയ പ്രോസ്പെക്ടസിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പ്രസക്ത ഭാഗങ്ങൾ അപേക്ഷാ ഫോമിലും കാണിച്ചിട്ടുണ്ട്. വിജയകരമായി കോഴ്സ് പൂർത്തിയാക്കിയവർക്ക് ഓഫർ ചെയ്തത് പ്രകാരം നൽകിയ സർട്ടിഫിക്കറ്റുകളാണ് ഇതോടൊപ്പം കാണുന്നത്. ടെക്നീഷ്യൻ മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്നാണ് കോഴ്സ് ഓഫർ ചെയ്യുന്ന സർട്ടിഫിക്കറ്റിന്റെ പേര്. ഇത് മർക്കസ് കൊടുത്തതല്ല. മർക്കസിന്റെ പേര് പോലും ഈ സർട്ടിഫിക്കറ്റിലില്ല. മർക്കസ് കൊടുത്തുവെന്ന് പറയുന്നത് ഈ ക്യാമ്പസിൽ കോഴ്സ് പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നതിനുള്ള സാക്ഷ്യപത്രം മാത്രമാണ്. 2012 ആരംഭിച്ച കോഴ്സ് സംബന്ധിച്ച് 2013 ചില ആശയക്കുഴപ്പങ്ങളുണ്ടായി. കേന്ദ്ര സർക്കാരിന്റെ പുതിയ ഉത്തരവായിരുന്നു പ്രശ്നം. അതോടെ മർക്കസ് ഈ കോഴ്സുകൾ നിർത്തൽ ചെയ്തു. കോഴ്സ് നടത്തിയിരുന്ന ഏജൻസി വിഷയം വിദ്യാർത്ഥികളുമായി ചർച്ച ചെയ്തു. തുടങ്ങിയ ബാച്ച് പൂർത്തിയാക്കണമെന്നായിരുന്നു വിദ്യാർത്ഥികളുടെ നിലപാട്. കേന്ദ്ര നയം കാരണമുണ്ടായ പ്രശ്നം പരിഹരിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യാമെന്ന് ഏജൻസിയും കുട്ടികളും തമ്മിൽ അന്ന് ധാരണയായതുമാണ്. ഫ്രാഞ്ചൈസി എന്ന നിലയ്ക്ക് മർക്കസും ഇക്കാര്യത്തിൽ പരമാവധി ചെയ്തു. ഇപ്പോഴും ഈ ശ്രമം തുടരുന്നുമുണ്ട്. ഈ പ്രശ്നത്തിൽ ഒരു ഉണ്ണാവൃത സമരം ആരെങ്കിലും നടത്തുന്നുണ്ടെങ്കിൽ അതങ്ങ് ഡൽഹിയിൽ ചെന്ന് AICTEക്ക് മുമ്പിലാകാം. കോഴ്സും പരീക്ഷയും സർട്ടിഫിക്കറ്റ് നൽകിയ ഏജൻസിയുടെ പടിക്കലുമാകാം. കാര്യങ്ങളൊക്കെ ഡൽഹിയിലായ സ്ഥിതിക്ക് പാർട്ടിയുടെ 2 MP-മാരെ വെച്ചും ഒരു കൈ നോക്കാം. അല്ലെങ്കിൽ സംസ്ഥാനത്ത് ഏതെങ്കിലും കേന്ദ്രന്റെ മുന്നിലുമാകാം. വിവരം മുകളിലേക്കും പോയിക്കൊള്ളും. 20 പകരം 40 തന്നെ കിട്ടിയുമെന്നിരിക്കും. ഇനി മർക്കസ് വാങ്ങിയ കോടികളുടെ കണക്ക്. 3 വർഷം ദൈർഘ്യമുള്ള 6 സെമസ്റ്റർ വരുന്ന ഈ കോഴ്സുകൾക്ക് മർക്കസ് വാങ്ങിയ ആകെ ഫീസ് 75,000 മുതൽ 84,000 വരെ രൂപ മാത്രമാണ്. അതായത് വർക്ക്ഷോപ്പ്, വെൽഡിംഗ് സെക്ഷൻ, ലാബ് തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും മറ്റുമായി 30 ലക്ഷത്തിലേറെ രൂപ മുടക്കിയ അധ്യാപക, അനധ്യാപക, ടെക്നീഷ്യൻ ശമ്പളം ഉൾപ്പെടെയുള്ള ചെലവുകൾ വഹിച്ച സ്ഥാപനത്തിന് മാസം ഒരു വിദ്യാർത്ഥിയിൽ നിന്നും ലഭിച്ചത് വെറും 2,300 താഴെ രൂപ മാത്രം. ഇതിൽ തന്നെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ചില വിദ്യാർത്ഥികൾക്ക് 50% വരെ ഫീസ് ഇളവും അനുവദിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾ നൽകിയ എൻറോൾമെന്റ് ഫീയും പരീക്ഷാ ഫീസും ഹോസ്റ്റൽ ഫീസും മർക്കസിനുള്ളതല്ല. അങ്ങനെ കണക്ക് കൂട്ടുകയാണെങ്കിൽ കുട്ടികൾ ചിലവാക്കിയ വണ്ടിക്കൂലിയും പുറത്തിറങ്ങി കമ്പനി കൂടി സ്നാക്സ് അടിച്ചതും ചൂയിങ്കം നുണഞ്ഞതും മറ്റും മർക്കസിന്റെ കണക്കിൽ ആകാവുന്നതാണ്. പഠിക്കേണ്ട നേരത്ത് ഉഴപ്പി നടന്ന് മാർക്കും ഗ്രേഡും ലഭിക്കാതെ അവസാനത്തെ അഭയത്തിൽ കയറിപ്പറ്റിയവർക്ക് ഇപ്പോൾ NIT പോളി നിലവാരത്തിലുള്ള സർട്ടിഫിക്കറ്റ് വേണമത്രേ. നന്നായിപ്പോയി. കിട്ടിയ കോഴ്സിന് പഠിച്ച് പാസ്സായവർക്ക് ഏത് സർട്ടിഫിക്കറ്റാണോ ഓഫർ ചെയ്തത് ആ സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ട്. ആ സർട്ടിഫിക്കറ്റുകൾക്ക് ഇപ്പോഴും വാല്യൂ ഉണ്ട്. ആ സർട്ടിഫിക്കറ്റുകൾ കൊണ്ട് ജോലി നേടിയവരും ഉപരിപഠനത്തിന് അവസരം നേടിയവരുമുണ്ട്. ഇത്തരക്കാരിൽ ചിലരുമുണ്ട് സമരപ്പന്തലിൽ. 20 ലക്ഷമല്ലേ കിട്ടാൻ പോകുന്നത്. ഇനി ചില സമര കൗതുകങ്ങൾ. സമരത്തിന് മുന്നോടിയായി തലേന്ന് ചർച്ചയ്ക്കു വേണ്ടി ഒരമ്മയും മകനും വന്നു. ചർച്ച തുടങ്ങാൻ വൈകിയപ്പോൾ അമ്മ ധൃതി കൂട്ടി. മകൻ ഓഡി കമ്പനിയിൽ ജോലിയിലാണ്. ഉച്ചവരെ ലീവെടുത്തു വന്നതാണ്. സർട്ടിഫിക്കറ്റിന് വിലയില്ലാത്തതിനാൽ ജോലി കിട്ടുന്നില്ല എന്നാണ് പരാതി. സമരപ്പന്തലിൽ നീണ്ടു നിവർന്നു കിടക്കുന്ന മിടുക്കനെ ചൂണ്ടി കോളേജിലെ ജീവനക്കാരൻ പരിചയപ്പെടുത്തി. ദേ, ആ കിടക്കുന്ന ആള് 1.5 വർഷമായപ്പോൾ കോഴ്സ് പൂർത്തിയാക്കാതെ മുങ്ങിയ ബിരുദനാണ്. 20 ലക്ഷമെന്ന് കേട്ട് ഉടുമുണ്ട് വാരിച്ചുറ്റി ഓടി വന്നതാണ്. സമരത്തിന് പിന്തുണയുമായി SSF പ്രകടനം. പക്ഷേ 1 അല്ല 2 അകിടിപ്പറ്റി. കോഴിക്കോട്ട് കുടി വാങ്ങാൻ പറഞ്ഞയച്ചയാൾ തൊപ്പി വാങ്ങാൻ മറന്നു.
ഈ കരിന്തല പ്രകടനം SSF രീതിയല്ല. മെമ്പർഷിപ്പ് കാർഡ് പ്രദർശിപ്പിച്ചതും പൊല്ലാപ്പായി. ഒരു വശത്ത് ആടിന്റെ പേരില്ല. പേരുള്ള മറുഭാഗം കാണിച്ചപ്പോൾ കള്ളി പൊളിഞ്ഞു. ഒപ്പിട്ടത് മാവൂർ കലാം മാഷ്. മാഷ് സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞിട്ട് 4-5 വർഷമായി. എന്താ ചെയ്യുക? ഏതൊക്കെ പഴുതുകളാണ് അടയ്ക്കുക? ഏതായാലും തൊണ്ട തുറന്ന് SSFന് 4 ജിന്ദാബാദ് വിളിക്കാനുള്ള പൂതി മാറിക്കിട്ടി. 420 പേർക്ക് 20 ലക്ഷം രൂപ നിരക്കിൽ നഷ്ടപരിഹാരം വേണമെന്നാണല്ലോ ആവശ്യം. ഒരു ചർച്ചയിൽ 420 പേർക്കും വേണമോ എന്ന് ചോദിച്ചപ്പോൾ 420 പേർക്കും വേണം. ഒരു വിട്ടുവീഴ്ചയുമില്ല. പരീക്ഷയിൽ തോറ്റവർക്ക് വേണോ എന്ന് ചോദിച്ചപ്പോൾ വേണ്ടെന്നായി. കോഴ്സ് പൂർത്തിയാക്കാത്തവർക്കോ? കുഴഞ്ഞല്ലോ, അതും വേണ്ടെന്നായി. ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് ജോലി നേടിയവരുണ്ടല്ലോ, അവരുടെ കാര്യമോ? കുടുങ്ങി. ഉപരിപഠനത്തിന് പോയവർക്കോ? മറുപടിയില്ല. ഇതോടെ സമരക്കാരുടെ മട്ട് മാറി. ഇത് ഞങ്ങൾക്കിടയിൽ സ്പ്ലിറ്റ് ഉണ്ടാക്കാനാണ് എന്ന് പറഞ്ഞ് കമ്പനി ഉടഞ്ഞു. ഈ MSF എന്ന് പറയുന്ന സാധനം കാരന്തൂർ പരിസരത്ത് മാത്രം കാണുന്ന ഇനമാണോ? കേരളത്തിൽ 7 ക്യാമ്പസുകളിൽ ഇതേ ഏജൻസി ഇതേ കോഴ്സ് നടത്തി ഇതേ സർട്ടിഫിക്കറ്റ് നൽകി കബളിപ്പിച്ചിട്ടുണ്ട്. എന്തേ ഈ തൊളസൂറന്മാരുടെ ഉണ്ണാവൃതം അവിടെയൊന്നും കാണാത്തത്? അവിടെ പഠിച്ച കുട്ടികൾക്ക് അവകാശങ്ങളില്ലേ? ധനനഷ്ടവും മാനനഷ്ടവും ഉണ്ടായിട്ടില്ലേ? അവർക്ക് 20 ലക്ഷം വീതം കിട്ടിയാൽ പൊളിക്കുമോ? ഇതിൽ 2 സ്ഥാപനങ്ങൾ മർക്കസിന് മുന്നിൽ ഉണക്കാനിട്ടിരിക്കുന്ന സംഘടനയുടേതാണേ. അപ്പോൾ പുതിയാപ്പിള കടപ്പുറത്ത് പറഞ്ഞതുപോലെ സൂക്കേട് വേറെയാ. അതേതായാലും മർക്കസിനോട് വേണ്ട. കഴിഞ്ഞ 1/4 നൂറ്റാണ്ടായി മൂത്തരും യൂത്തരും ചേർന്ന് ഊതിയിട്ടെന്താ ഉണ്ടായതെന്ന് ഈ ഇളം തണ്ടുകൾ ഒന്ന് ചോദിച്ചു നോക്കണം. ഏതായാലും 20 ലക്ഷം വാങ്ങാനാണ് പലരും വന്നിരിക്കുന്നത്. ചിലരൊക്കെ ബാങ്ക് അക്കൗണ്ട് ശരിയാക്കി നമ്പർ കുറിച്ചെടുത്ത് പോക്കറ്റിൽ കരുതിയാണ് സമരമിരിക്കുന്നത്. ലോട്ടറിയല്ലേ, ഏത് നല്ല നേരത്താണ് കിട്ടുക എന്നറിയില്ലല്ലോ. 84 കോടി രൂപയാണ് മൊത്തം സമരക്കാർ ആവശ്യപ്പെടുന്നത്. ഒരു നിർദ്ദേശം വയ്ക്കാം. ഇത്രയും തുകയുണ്ടെങ്കിൽ ഉത്തരേന്ത്യയിൽ പോയി 2 യൂണിവേഴ്സിറ്റികൾ അപ്പാടെ വിലക്ക് വാങ്ങാൻ കിട്ടും. എന്തിന് ഒരു സർട്ടിഫിക്കറ്റ് ആകണം? ഒരു യൂണിവേഴ്സിറ്റി അങ്ങനെ തന്നെ സമരക്കാർക്ക് അങ്ങ് കൊടുക്കാമല്ലോ. വിവരക്കേടാകാം, ഇത്രയ്ക്ക് പാടില്ല. 11-ന് രാവിലെ ഞെട്ടിക്കുന്ന വാർത്ത വന്നു. 5 അക്ഷരക്കാരുടെ ജില്ലാ കമ്മിറ്റി മർക്കസിലേക്ക് പ്രകടനം നടത്തുന്നുവത്രേ. മർക്കസ് ശരിക്കും വിറച്ചുപോയി. പോലീസ് വാഹനങ്ങൾ ചീറി വന്നു. സുരക്ഷാ ചർച്ചകൾ പൊടിപൊടിച്ചു. ഒടുവിൽ ആ ലോക മഹാസംഭവം നടന്നു. അന്നം കണ്ടിട്ടില്ലാത്ത 10-35 എണ്ണം. നാണക്കേട് ഒഴിവാക്കാൻ എന്റെ വക ഒരു 5 എണ്ണം കൂടി. ആകെ 40. തീർന്നു. മല എലിയല്ല, കീടത്തെ പ്രസവിച്ചു. ഒരപേക്ഷയേ ഉള്ളൂ. ദയവായി ഈ സമരം ആരും ഒത്തുതീർക്കരുത്. 6 മാസമെങ്കിലും ഇത് തുടരണം. യുവതുർക്കികൾ ഒന്ന് സമരിച്ചു പഠിക്കട്ടെ എന്ന്.